എനിക്ക് പേടിയാവുന്നു. ഇത് ഞാനല്ലേ, ബാബുവേട്ടനല്ലേ? ആദ്യം പൂച്ച കരഞ്ഞതും ബാബുവേട്ടനായിരുന്നോ? അതെ, ആട് കരഞ്ഞതും പട്ടി കുരച്ചതും ഒക്കെ ഞാൻ തന്നെയാ. എനിക്ക് 20 മൃഗങ്ങളുടെയും 19 പക്ഷികളുടെയും ശബ്ദം ഉണ്ടാക്കാൻ അറിയാം. ആള് ഭയങ്കര മിമിക്രിക്കാരനാണല്ലോ. മിമിക്രി ഇഷ്ടാണോ? പിന്നെ ഭയങ്കര ഇഷ്ടാ. എന്റെ ഭാഗ്യം. എങ്കിൽ ദിവസത്തിൽ 24 മണിക്കൂറും ഞാൻ കുട്ടിയുടെ മുമ്പിൽ മിമിക്രി കാണിക്കും. അതിരിക്കട്ടെ, ഇതെന്താ എന്നോട് അടുക്കള ഭാഗത്ത് വരാൻ പറഞ്ഞത്? ഞാൻ ഇന്ന് അടുക്കളയിലല്ലേ കിടക്കാറ്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്നെ ഇങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ആദ്യം ഒരു കത്തയച്ചിരുന്നു, അത് മേൽവിലാസം തെറ്റി. അത് ഒരു കണക്കിന് നന്നായി. സത്യം പറ, എന്നെ ഇഷ്ടമാണോ? എന്തൊരു ചോദ്യം അത്. ഇഷ്ടമല്ലെങ്കിൽ വരാൻ പറയൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോട് ഇത്ര പെട്ടെന്ന് അടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കാ വിശ്വസിക്കാൻ പറ്റാത്തത്. ബാബുവേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഞാൻ അത്ര വലിയ ആളാണോ? പ്രായത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത് പ്രായം? ബാബുവേട്ടന് എത്ര വയസ്സായി? 33. അല്ലല്ല, 29. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് 22 ആയി. 22? ഞാൻ വിശ്വസിക്കില്ല. സത്യമായിട്ട് 22 ആയി. 18 ആയതേ ഉള്ളൂ എന്നാണല്ലോ. കൃത്യനിഷ്ഠയുള്ള ജീവിതം ആയതുകൊണ്ട് വയസ്സ് കുറവേ തോന്നു. അതാ. എന്തായി? ആകെ കുളമായി. പിന്നെ കുളത്തിൽ വീണോ? ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു. ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങിയ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഹോംവർക്ക് ചെയ്യില്ല, കാലത്ത് വരുന്നത് മിക്കപ്പോഴും ലേറ്റ് ആയിട്ടാണ്. സാറിന്റെ പേരെന്താ പറഞ്ഞത്? പേര് ചോദിച്ചില്ലായിരുന്നു. മേനോൻ, കരുണാകര മേനോൻ. മിസ്റ്റർ മേനോൻ, ഒന്നുകിൽ ഇവിടുന്ന് ഇവന്റെ TC വാങ്ങി പോവുക, അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഗൈഡൻസ് കൊടുക്കുക. ഫാദറെ, ഇവനെ ഇവിടുത്തെ ബോർഡിങ്ങിലാക്കിയാലോ? അതാലോചിക്കാവുന്നതാണ്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ബോർഡിങ്ങിലാകുമ്പോൾ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാകുമല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ വേണ്ട ശിക്ഷ കൊടുക്കാൻ ഫാദർ ഏർപ്പാട് ചെയ്താൽ മതി. ഇവരെ തോന്നിയാസമൊക്കെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് പ്രശ്നമോ? ഓക്കെ, നിങ്ങൾ ഓഫീസിലേക്ക് ഒന്ന് വരും. ഇനി എന്താ നിങ്ങക്ക് വേണ്ടത്? ഞാൻ മരിക്കുന്ന കൂടി കാണണോ? എനിക്ക് ക്ലാരയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ക്ലാര ഒന്നും സംസാരിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചാൽ മാത്രം മതി. എനിക്ക് പോണം. എനിക്കും പോണം. പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ക്ലാരെ, എല്ലാം ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണ്. തെറ്റിദ്ധരിച്ച ഞാനാ. അമ്മച്ചി പറഞ്ഞപ്പോഴാ ആ തെറ്റിദ്ധാരണ മാറിയത്. അമ്മച്ചി എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് ഒന്നും ഉദ്ദേശിച്ചില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അതെ, ആള് തെറ്റിപ്പോയതാണ് ആകെ പ്രശ്നമായത്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകള്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മനസ്സിലിട്ട് കുത്താനും മുറിവേപ്പിക്കാനും നിങ്ങൾക്കൊന്നും ഒരു മടിയുമില്ല. എന്റെ കുട്ടി, ഞാൻ നിങ്ങളുടെ കുട്ടിയൊന്നുമല്ല. കുട്ടി ആരുടെ കുട്ടിയാണെന്ന് എനിക്കറിയണ്ട. ഞാനാ മണ്ടി. നിങ്ങളുടെ കത്തിലെ വാക്കുകളെല്ലാം ഞാൻ അതേപടി വിശ്വസിച്ചു. ഒരു അടുക്കളക്കാരിയുടെ മകളാണ് ഞാനെന്ന് ഓർമ്മിച്ചില്ല. കരയാതിരിക്കൂ, കരയാതിരിക്കൂ. നിങ്ങൾ എന്റെ മനസ്സ് നോവിച്ചു. അമ്മച്ചി എന്റെ മേലും നോവിച്ചു. ഇതുണ്ടോ, ചട്ടുകം പഠിപ്പിച്ച് പൊള്ളിച്ചതാ. ഞാൻ കുട്ടിയുടെ അമ്മച്ചി വിചാരിക്കുന്ന പോലെ അത്ര വൃത്തികെട്ടവനല്ല. നേര് പറ, എന്നെ ചതിക്കാനായിരുന്നില്ല ഇതൊക്കെ? നേര് പറഞ്ഞാൽ ചതിക്കപ്പെട്ടത് ഞാനാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാരണം കുട്ടി വേദനിക്കാനിടയായതിലാണ് എനിക്ക് വിഷമം. അടുക്കളക്കാരിയുടെ മോളാണെന്നുള്ള ആ ഒരു അപകർഷതാബോധത്തിന്റെ ആവശ്യമില്ല. വരൂ, എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രം ഞാനെല്ലാം പറയാം. അഡ്വക്കേറ്റ് അനന്തൻ പേർക്ക് ഒരു കത്തുണ്ട്. വക്കീലേ, വക്കീലിന്റെ എഴുത്തുണ്ട്. കോടതി ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നുള്ള അറിയിപ്പായിരിക്കും. പ്രിയപ്പെട്ട അച്ഛ, ജീവിതം ക്ഷണികമാണ്.
മനസ്സൊരു കുരങ്ങനും. കിട്ടാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളും കാത്ത് അച്ഛൻ ഇനിയും നേരം കളയരുത്. മീരയെ കിട്ടിയില്ല, പക്ഷേ ക്ലാരയെ കിട്ടി. അതെ, അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മുങ്ങുകയാണ്. ക്ലാരയ്ക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പേര് മാറ്റി ഒരു ക്രിസ്ത്യാനി ആവണമെന്ന്. ഞാൻ ഇനി അച്ഛൻ്റെ മുമ്പിൽ വരുന്നത് ഒരു ഹിന്ദുവായിട്ടായിരിക്കില്ല. ഇനി അച്ഛനെ ഞാൻ അപ്പച്ച എന്നേ വിളിക്കൂ. അനുഗ്രഹിക്കുക, അപ്പച്ചൻ്റെ മകൻ സെബാസ്റ്റ്യൻ. ഞാൻ വിചാരിച്ചു കുഞ്ഞ് വേറെ വഴിക്ക് പോയി കാണുന്നു. കുട്ടികളൊക്കെ പോയല്ലോ. കാത്ത് കാത്ത് ഞാൻ ബേജാറായി. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. പുന്നുസേട്ടൻ പൊയ്ക്കോ. വേറെ വണ്ടിയുണ്ടോ? മീര ഇന്ന് കുറച്ച് ലേറ്റ് ആവും. അയ്യോ, അതിന് ഇയാൾ എന്തിനാ ഞെട്ടുന്നത്? ഞെട്ടാൻ പിന്നെ വേറെ കൂലിക്ക് ആളെ വിളിക്കണം. മോളെ, കുട്ടികൾ വീട്ടിൽ കാത്തു വെക്കൂ. പുന്നുസേട്ടനോട് പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? ഇന്നൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. സെലിബ്രേഷൻ ഒക്കെ കഴിയുമ്പോ കുറെ ലേറ്റ് ആവും. കമോൺ മീര, നമുക്ക് പോവാം. മോളിങ് വന്നേ. ഇപ്പൊ സമയം എത്രയായി? എന്തേ? എത്രയെന്ന് അറിയാൻ ചോദിച്ചാണ്. ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണോ? മോക്കിപ്പോ വയസ്സ് എത്രയായി? കാര്യം എന്താണെന്ന് പറ. അല്ല, മോടെ പ്രായത്തിലുള്ള ഒരു കുട്ടി വീട്ടിൽ കയറി വരേണ്ട സമയമാണോ ഇത്? അതും പ്രായമായിട്ട് എന്ത് ബന്ധം? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത്? എന്റെ പ്രായമോ? അതോ ഞാൻ വീട്ടിൽ വരുന്നതോ? വേറൊന്നും ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ട് ഇത് ശ്രദ്ധിക്കാമെന്ന് വെച്ചു അല്ലേ? ഗുഡ് നൈറ്റ്. നിക്കടി അവിടെ. എന്താ വിളിച്ചേ? എടീന്നോ? അതെ, നിന്നേക്കാൾ ഒരു 50 വയസ്സെങ്കിലും എനിക്ക് കൂടും. ഈ പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കണം. ചോദിച്ചതിന് സമാനം പറഞ്ഞിട്ട് പോ. നിങ്ങളോട് സമാധാനം പറയേണ്ട കാര്യം എനിക്കില്ല. ഉണ്ട്. ഞാനിവിടെ ഉള്ളപ്പോ തോന്നുവിൽ നടക്കാൻ ആരും അനുവദിക്കില്ല. നിങ്ങളുടെ അനുവാദം ഞങ്ങൾക്ക് എന്തിനാ? ഇത് ഇങ്ങനെ പോയാൽ ശരിയാവും തോന്നുന്നില്ല. അന്ന് സ്കൂളിൽ വെച്ച് എന്റെ ഗാർഡിയൻ ചമഞ്ഞപ്പോഴേ എനിക്ക് കലി കയറിയതാ. അപ്പോഴേ ഭരണം മതി. ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? മുത്തശ്ശനായി ഞാനിവിടെ ഉള്ളപ്പോ എന്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? അതാണ് മതിയെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കിനി ഒരു മുത്തശ്ശന്റെ ആവശ്യമില്ല. നാളെ തന്നെ നിങ്ങൾക്ക് സ്ഥലം വിടാം. എങ്ങോട്ട്? നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എവിടേക്കാണോ പോയിരുന്നത് അവിടേക്ക്. മോനെ മനുക്കുട്ട, നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ മുത്തശ്ശൻ ഇവിടുന്ന് പോവില്ല. മുത്തശ്ശൻ എവിടെ പോവാൻ? ഇനിയുള്ള കാലം മുഴുവൻ എന്റെ പേരക്കുട്ടിയോടൊപ്പം മുത്തശ്ശൻ ഇവിടെ കഴിയും. ഏത് പേരക്കുട്ടികൾ? ഞങ്ങളല്ലേ മുത്തച്ഛനായി വേഷം കെട്ടാൻ നിങ്ങളോട് പറഞ്ഞത്. വേഷം കെട്ടുവോ? ഞാനോ? എന്തായി പറയുന്നത്? മക്കളെ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാൻ നിങ്ങളുടെ മുത്തശ്ശനാ. പട്ടാളത്തിൽ വെച്ച് കാണാതായിപ്പോയി കരുണാകരമേനോൻ. ബന്ധമൊക്കെ മറക്കുന്ന വർഗമാ നിങ്ങളെന്ന് എനിക്കറിയാം. മോൾ ഓടിപ്പോയ ഷോക്കിൽ രോഗം വന്ന കുഞ്ഞമ്മ ഇതുവരെ നിങ്ങൾ ആശുപത്രി പോയി നോക്കിയോ? പിന്നെയല്ലേ എന്റെ കാര്യം. നല്ല ഭാഷ പറഞ്ഞ് നിങ്ങളെ നേരെയാക്കാവുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ചൂട്ടാടി തന്നെയാണ് വരുന്നത്. ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഇനി ഇവിടെ പെരുമാറിയാൽ ഈ കൈയിന്റെ കരുത്ത് അപ്പ ഞാൻ മനസ്സിലാക്കി തരും. പാമ്പിനാണ് നമ്മൾ പാല് കൊടുത്തത്. മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലേ, മുത്തച്ഛനാണെന്ന്. എന്താ ഇയാളുടെ ഉദ്ദേശം? സുഖജീവിതാണല്ലോ ഇവിടെ. എനിക്കാകെ പേടിയാവുന്നു. ഇന്നയാളുടെ മുഖത്തെ ക്രൂരത കണ്ടില്ലേ? എന്തും ചെയ്യാൻ മടിക്കില്ല. ഇയാൾ നമ്മളോട് പറഞ്ഞ കഥകളൊക്കെ കള്ളമായിരിക്കും. ഇയാളൊരു തട്ടിപ്പുകാരനാ. അന്ന് ബീച്ചിൽ വെച്ചുണ്ടായ തല്ലൊക്കെ ചിലപ്പോൾ ഇയാൾ തന്നെ ഏർപ്പാട് ചെയ്തതായിരിക്കും. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ട് അയാൾ ഇവിടെ വന്നത്? അതൊക്കെ തട്ടിപ്പുകാരുടെ അടവാണുമായേ. നമുക്കിനി കുര്യനങ്ങൾ മാത്രമേ രക്ഷയുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ പെരുങ്കളനെ ഇവിടുന്ന് ഇറക്കണം. വളരെ അപകടം പിടിച്ചൊരു കളിയായി പോയത്. ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത, മേൽവാസം പോലില്ലാത്ത ഒരു മനുഷ്യനെ സ്വന്തം വീട്ടിൽ കിടത്തി ഉറക്കുക. ഇപ്പൊ അനുഭവിച്ചില്ലേ? ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്കിൾ മനസ്സിലാക്കണം. എന്ത് സിറ്റുവേഷൻ? കുര്യൻ അങ്കിളിനെ ഞങ്ങൾക്ക് ഇത്തിരി പേടിയായിരുന്നു. അങ്കിൾ ഞങ്ങളോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരുന്നേൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതെ, വീടിനൊരു നാഥനെയും ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെയും. ദാ ഇവനെ ഈ ഐഡിയ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തില്ലേ? നീ നിർബന്ധിച്ചുണ്ടല്ലേ സപ്പോർട്ട് ചെയ്തത്? അത്ര വലിയ ജീനിയസ് ആയിരുന്നെങ്കിലേ എന്തുകൊണ്ട് എതിർത്തില്ല? ഇപ്പൊ ഫൂളിഷ്നെസ് പറയുന്നു. സ്റ്റോപ്പ് ദിസ്. ഇനിയിപ്പം ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? പെട്ടെന്ന് എന്തെങ്കിലും പ്രതിവിധി കാണുക. പിള്ളേര് കുരിയച്ചിരിക്കെ എന്തൊക്കെയോ കാര്യമായി പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. പ്ലീസ്, അതിലേക്കൊന്നും ഇനി കടക്കണ്ട. കടക്കണം. അപ്പോ നല്ല രീതിയിൽ ഇത് അവസാനിക്കില്ല. മനസ്സിലായില്ല സാറേ, കളി വിട്. ആദ്യം കളി കുരിയച്ചൻ വിട്. നിയന്ത്രിക്കാൻ ആളില്ലാതായപ്പോ കുട്ടികൾ അവർക്ക് തോന്നിയ വഴിക്ക് പോയി. ഞാൻ ശാസിച്ചു. ശാസിക്കാനും നിയന്ത്രിക്കാനും നിങ്ങളവർ ആരും അല്ലല്ലോ. അങ്ങനെ അവർ പറഞ്ഞു. അപ്പൊ എന്റെ നിയന്ത്രണം കുറച്ച് കൂടിപ്പോയിരിക്കും. കുറയ്ക്കുകയും കൂട്ടൊന്നും വേണ്ട. ഇയാൾ ഷടേന്ന് സ്ഥലം വിട്. കുരിയച്ചോ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്.
ഞാൻ അവരുടെ മുത്തശ്ശനാ. എന്റെ രക്തമാ കുഞ്ഞുങ്ങള്. അവര് വഴിപഴിച്ചു പോകുന്ന ഞാൻ നോക്കി നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ കുര്യച്ചൻ ആരാ അധികാരം തന്നത്? കുര്യച്ചൻ ഒരു കാര്യം ചെയ്യും, ആ ചെമ്മീൻ കമ്മിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ.